അത് വരും, ചെയ്തില്ലെങ്കിൽ പറയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാ അമ്മ ഒരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പൊ എണീറ്റ് വന്നതാട്ടോ. എന്നിട്ട് അമ്മ ഉഷാറായി. അമ്മയുടെ മുഖം തന്നെ കണ്ടില്ലേ സാധിച്ചിരിക്കുന്നത്. അല്ല അമ്മ ഇപ്പൊ ജോമോനെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എന്നതാ അമ്മ നീറ്റായ കാര്യം? നീറ്റായ കാര്യം എന്ന് പറയുന്നത് എന്താ? നീറ്റായ കാര്യം എന്താ? ആര് വരികയല്ലെന്ന്? ആരാ വരികയല്ലാത്തത്? ഇവിടെ വന്നോണ്ടിരിക്കുന്നവരൊന്നും വരികയല്ലേ? ഞാൻ വരികയല്ലേ? അയ്യോ ഞാൻ എന്നും വരും. ഞാൻ അമ്മേനെ വിളിക്കുന്നത് പോലും. അമ്മയെ കുറച്ചു നേരം ലേറ്റ് നടന്നു നോക്കിയിട്ട് ആരും കണ്ടില്ല. സ്ഥിരം വരുന്നവരാരും ഇല്ലേ? സ്ഥിരം വരുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാത്തവരൊക്കെ പോയി. വല്ലപ്പോഴും ഒക്കെ വരുന്നവരൊക്കെ പോയി. സ്ഥിരം വരുന്നവർ മാത്രമേ ഇപ്പൊ ഈ വീട്ടിലുള്ളൂ. പുറത്തുനിന്നവരൊക്കെ പോയി. അവരവരുടെ വീട്ടിലോട്ട് പോയി. അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കട്ടെ. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളും അയൽക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളത് അതൊക്കെ പല സ്ഥലത്തായിട്ട് ഇപ്പൊ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനുണ്ട്. കൂടുതലായിട്ടൊന്നും പണത്തിലോ തീറ്റകുടിയിലോ അല്ല കാര്യം. തീറ്റകുടിയിലൊക്കെ കാര്യമുണ്ട്, പണത്തിലും കാര്യമുണ്ട്. തീറ്റകുടി വരുന്നവർക്ക് തീറ്റ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പരാതി പറയും. വിശപ്പിന് ഇച്ചിരി ഭക്ഷണം പിന്നെ കഴിക്കാൻ എന്തെങ്കിലും ഒരു കഞ്ഞിയൊക്കെ വെച്ച് ഇച്ചിരി ചമ്മന്തി അരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോരാ. അതൊന്നും പോരാ. അത് നമുക്കത് മതി. വീട്ടിൽ വരുന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ആരാ ഉണ്ടാക്കിക്കൊണ്ട് വന്നെ? ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കണം. തരുമോ? അതൊന്നും എനിക്കറിയത്തില്ല. തരുമായിരിക്കും. വീട്ടിൽ വരുന്നവർ അവരാണ് മേടിച്ചിട്ടുണ്ട്, നമ്മൾ മേടിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടായിരിക്കും. അവർക്ക് വേണല്ലോ. വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ പരാതി പറയല്ലേ? അവര് കഴിക്കാൻ വന്നിരിക്കുമ്പോ കൊടുക്കണം. കൊടുക്കണം. അതാ ഞാനും പറഞ്ഞോണ്ട്. എന്നാലല്ലേ ആവശ്യം. നേരത്തെ വല്ലതും പറയാം, എന്നത് മേടിക്കട്ടെ, മേടിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കോ ചോമനെ? അങ്ങനെ ചോദിക്കല്ലോ. നമ്മളങ്ങ് കൊടുക്കുവല്ലേ ചെയ്യേണ്ടത്? അറിയാവുന്ന ആൾക്കാർ, അറിഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അറിഞ്ഞു കൊടുക്കുകയല്ലേ? മേടിച്ചോണ്ട് വരും. നമ്മളെ വേണ്ടത് അറിഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് പഠിപ്പിക്കും, നമ്മളെ കൊണ്ട് ചെയ്തിട്ട് അത് അത്യാവശ്യ കാര്യം. ഒരു കുടുംബത്തിന്റെ വിരുന്ന് വരുന്നവർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യണം, അല്ലെ അവരെ കൊണ്ട് മേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? എലിക്കുട്ടിയമ്മ പനിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോ ദിവസവും എലിക്കുട്ടിയമ്മയുടെ പാവകൾ മാറി വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അതിനല്ലേ അമ്മ കെട്ടിയേക്കണോ കെട്ടി വെച്ചേക്കണം കണ്ടില്ലേ? തോർത്ത് കെട്ടി വെച്ചേക്കണം കണ്ടില്ലേ? വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ നേരെയില്ല. എനിക്ക് ഇച്ചിരി നേരം ബൈബിള് വായിക്കാനുണ്ട്. വർത്താനം പറഞ്ഞിരിക്കുന്ന എന്നെ ബൈബിള് വായിക്കുന്ന സമയം. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ നോക്കും രണ്ടുപേരും. അമ്മമാരുടെ മുറിയിൽ പോയി കേട്ടോ. എനിക്കിതൊക്കെ കൂട്ടുള്ള എന്റെ എലിക്കുട്ടിയമ്മേ. അത് പഴയ ബൈബിളാ. പുതിയ ബൈബിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പഴയതായി. വായിച്ച് എടുത്തെടുത്തേ പഴയതായി. പുതിയത് ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ആണോ? എലിക്കുട്ടിയമ്മയും മാനും കൂടെ പോയി വർത്താനം പറയാൻ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കും. മാനങ്ങനെ ഇരിക്കുവല്ലേ? പനി പിടിച്ചിരിക്കുന്നു. പനി കുറഞ്ഞു വരുന്നേ ഉള്ളൂ. മകനാണോ? എലിക്കുട്ടിയമ്മയുടെ? അയ്യോ അത് പറയുന്നുണ്ടല്ലോ ആണെന്ന്. അത് പറയുന്നുണ്ട് ആണെന്ന്. എലിക്കുട്ടിയമ്മയുടെ മകനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്. അയ്യോ അമ്മയുടെ മകൻ ജോമോനില്ലേ? ചിരി വരുന്നുണ്ടല്ലോ. എലിക്കുട്ടിയമ്മയ്ക്ക് ചിരി വരുന്നുണ്ടല്ലോ. ചിരി സന്തോഷം വരുന്നുണ്ടല്ലോ മുഖത്ത്. അയ്യോ തിരി അല്ലേ, ചിരി.
ചിരിക്കുന്നത് നല്ലതല്ല അല്ലേ? ചിരിക്കാൻ മേലാത്ത കുഴപ്പമൊന്നുമില്ല. ചിരിക്കാൻ മേലാത്ത കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഇപ്പൊ ചിരിക്കാൻ മേലാത്ത ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് ചിരിക്കാം. സന്തോഷമായിട്ട് ഇരിക്കുക അല്ലേ? അത്രേ ഉള്ളു കാര്യം. എല്ലാരും ഹാപ്പിയായിരിക്കുക. മകനാണേലും മകനാണേലും എല്ലാ കാര്യം ചുമ്മാ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഉറക്കം പോവും. സത്യം. ഉള്ള ആരോഗ്യവും അസുഖങ്ങളും എല്ലാം കൂട്ടിവെക്കും. അത് തന്നെ. അപ്പൊ ഇത് മകൻ അല്ലേ? ജോമോൻ മകൻ. ഇത് ജോമോൻ മകനല്ലേ? ആണോ? ഞാൻ പറഞ്ഞു തരുമ്പോഴേ ഉള്ളു, അല്ലാത്തപ്പോ അല്ല. ഞാൻ പറഞ്ഞു തരുമ്പോ മാത്രമേ ഉള്ളൂ. ആണോ? കണ്ടോ, അമ്മ പറഞ്ഞു കേട്ടോ, ജോമോനെ കാണുമ്പോ അമ്മയ്ക്ക് അറിയാന്ന്. അപ്പൊ ഇത് തന്നെയാ അല്ലേ? ആണോ? 19 വയസ്സായില്ലേ അല്ലേ? കുഞ്ഞിലെ മുതല് കുഞ്ഞു ജനിച്ച് കയ്യിലോട്ട് തന്നതല്ലേ? ജനിച്ചപ്പോഴേ അമ്മയുടെ കയ്യിലോട്ട് അന്ന് മുതല് കാണുന്നതല്ലേ? വ്യത്യാസം വരും, മാറ്റം വരും. എന്നാ മാറ്റാൻ വരുന്നേ? ഷേപ്പിൽ മാറ്റം വരും. നമ്മള് പ്രാർത്ഥനയിലൊന്നും സമയമായില്ലേ? ഇതിപ്പോ ഞാൻ ബൈബിള് വായിക്കുന്ന സമയാ. ഞാൻ ഇച്ചിരി ബൈബിള് വായിക്കട്ടെ. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി നമ്മൾ വർത്താനം പറഞ്ഞോണ്ട് ബൈബിള് വായിച്ചാൽ എല്ലാം മനസ്സിലാവോ? എല്ലാം മനസ്സിലാവോ? വർത്താനം പറഞ്ഞോണ്ട് ബൈബിള് വായിച്ചാലേ. അതുകൊണ്ട് രണ്ടുപേരും കൂടെ പൊക്കോ മുറിയിലോട്ട്. ഞാൻ ഉറക്കം വായിക്കാം, നിങ്ങൾ രണ്ടുപേരും ഓടിപ്പോവോ? ഞാൻ ഉറക്കം വായിച്ചേക്കാം. അമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടമാണോ? ഉറക്കം വായിച്ച അമ്മയ്ക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ? പിന്നെ കുറച്ച് വായിച്ചാലല്ലേ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നോട് ഇനി മിണ്ടണ്ട കേട്ടോ. എന്നോട് മിണ്ടണ്ട, സമയം പോവാ കേട്ടോ. ഞാൻ വായിക്കുവാണേ. ഒത്തിരി 7:15 ഞാൻ വായിക്കട്ടെ കേട്ടോ. രണ്ടുപേരും കൂടെ ഏറ്റു വെക്കോ, എന്നെ ശല്യപ്പെടുത്തണ്ട. അത് രൂപ അല്ലമ്മ, വിവീനയുടെ ട്രോഫികൾ കിട്ടിയതാ. എന്നാ അവിടെ ബൈബിൾ വായിക്കട്ടെ, നമുക്ക് ഉണ്ടായിരിക്കാം. പോയായിരിക്കും. അമ്മ ഇന്നലെ വന്നില്ലല്ലോ. പച്ചക്കളുണ്ടായിരുന്നു, അതുങ്ങളൊക്കെ ഇതേ പോയി. ഒന്നുമില്ലല്ലോ. ഇതേ വിട്ട പിള്ളേരൊക്കെ അതെന്തും തോന്നുന്നു. ഒച്ച വെക്കുന്നു. ഇപ്പം പെയ്തില്ലല്ലോ. അങ്ങനെ വന്നിട്ട് അവൻ പോയെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചു പോയി. ഇറങ്ങിയില്ലേ? റെഡി ആയല്ലോ. എല്ലാം കേടായി. കേടൊന്നുമില്ല, അത് അങ്ങനെയേ കറങ്ങുള്ളൂ. പതുക്കെ സ്റ്റാർട്ടാകുള്ളൂ. അതുകൊണ്ടാണ്. ഇനിയിപ്പം മേടിച്ചാൽ അതുമൊക്കെ കേടാവും. പതുക്കെ സ്റ്റാർട്ടാകുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ 3 പാത്രം ഇരിക്കണം. അത് പ്രാർത്ഥിക്കാനുള്ളതാണ്. ഏതാ? ഈ ഇരിക്കണം. എന്നാ ഇരിക്കുന്നു. എന്നാ പടാണോ? പടങ്ങളാണോ? എവിടേക്കുന്ന പടങ്ങളാണോ? പടങ്ങളാണോന്ന്? ഫോട്ടോയാണോന്ന്? എനിക്കറിയത്തില്ല. ഏതിൻ്റെ കാര്യമാണോ ചോദിച്ചേ? പറഞ്ഞേ. ഇതാണോ? ഇതിൻ്റെ കാര്യമാണോ? ഏതാ? ഇതാണോ? തലമുടി മുട്ട അടിച്ചു. പനി പിടിച്ചിപ്പം. പനി പിടിച്ചില്ലേ?
പനി വന്നപ്പോൾ മുട്ട അടിച്ചു. തലമുടിയില്ലാത്ത മെനയാറില്ല. അത്രയൊക്കെ മതിയെന്നേ. ഇനിയിപ്പോൾ എന്നാ തലമുടി ഇരിക്കുന്നത്? തലേ വേറത്തെ പനി പിടിച്ചില്ലേ? തലമുടി നീളം കുറച്ച് കണ്ടിച്ചാൽ വളർത്തിയാൽ മതി. നീളം ഒറ്റ അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ പിന്നെ തലയ്ക്ക് വേർപ്പ് താഴിയല്ലോ. വേർപ്പ് താന്നല്ലേ എനിക്ക് പനിയുണ്ടാകും, ജലദോഷം ഉണ്ടാകുന്നത്. ഭയങ്കര ചൂടല്ലേ, ചൂടത്ത് പുറത്ത് നടന്നു കഴിയുമ്പോഴത്തേനേ വേർപ്പ് താഴും. അതുകൊണ്ട് വെട്ടിക്കളഞ്ഞതാ. ആരാ? വിവിനെ കോളേജിലാ. അവൾ പഠിക്കാൻ പോയേക്കുമല്ലേ? പഠിക്കാൻ പോയേക്കുമല്ലേ? രാത്രിയും പകലൊക്കെ അവിടെ നിന്നല്ലേ പഠിക്കുന്നത്? ഹോസ്റ്റലിൽ നിൽക്കുമല്ലേ? ഹോസ്റ്റലിൽ നിൽക്കുമല്ലേ? താമസിച്ചാ പഠിക്കുന്നത്. അവിടെ വീടൊന്നുമില്ലല്ലോ നമുക്ക്. പഠിക്കുന്നിടത്ത് ഹോസ്റ്റലിൽ നിൽക്കണ്ടേ? നമുക്ക് അവിടെ വീട് ഒന്നുമില്ലല്ലോ. ബന്ധുക്കൾ വല്ലവരും ഉണ്ടെങ്കിലല്ലേ അവിടെ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ബന്ധുക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വേണം പഠിക്കാനായിട്ട്. ഇത്ര ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളൊക്കെ പുറത്തൊക്കെ പോകാതെ അവനവൻ്റെ വീട്ടിനടുത്ത് പഠിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം. അയ്യോ, അതിപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാം സ്വഭാവം മോശമായി പോകാം. പിള്ളേർക്ക് സ്വഭാവം ഒന്നും മോശമായി പോയില്ലെന്നേ. പുറത്തിറങ്ങി പിള്ളേർ പഠിക്കണ്ടാമേ. പിള്ളേർ പുറത്തിറങ്ങി പഠിച്ചാലല്ലേ കാര്യമുള്ളൂ. പുറം ലോകത്തോട്ട് ഇറങ്ങുമ്പോഴേ അന്തവും ബന്ധവും ഇല്ലാതെ വായും പൊളിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി പഠിക്കണം. ബസ്സിലൊക്കെ കയറിപ്പോയി ബസ്സിലൊക്കെ യാത്ര എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണം. ഇന്നുള്ള പിള്ളേർ മുഴുവൻ സ്കൂൾ ബസ്സൊക്കെ കയറി ഇറങ്ങി നടക്കുന്നതുകൊണ്ട് അവർക്കൊന്നും അറിയത്തില്ല. പ്രാർത്ഥനയിൽ അനങ്ങുന്നില്ലല്ലോ. അവിടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ബൈബിൾ വായന കഴിയട്ടെ. ഞാൻ ബൈബിൾ വായിക്കും. അമ്മേനെ വായിച്ച് കേൾപ്പിക്കട്ടെ? നീ വായിച്ചോ? ഞാൻ ഉറക്ക വായിക്കാം. എങ്ങനെ വേണമെങ്കിലും വായിച്ചോ, ഒരു കുഴപ്പമില്ല. നല്ല അമ്മ ഞാൻ നിർത്തുവാട്ടോ, പിന്നെ വായിച്ചോളാം. അതാ നല്ലത്. ഞാൻ നിർത്തുക. അമ്മ എന്നെ വായിപ്പിക്കുകയല്ല. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞ അത് ശരിയാകുമോ ഇല്ല. ഞാൻ പിന്നെ വായിച്ചോളാം. അമ്മയ്ക്ക് എന്നാ അറിയാനുള്ളത്? അമ്മയ്ക്ക് എന്നാ അറിയാനുള്ളത്? എന്നെ അറിയാനുള്ളതെന്നാ ചോദിച്ചേ. അറിയാനുണ്ടോ? ഉള്ളത് എന്നാ അറിയണേ? അതാ എന്നാ വന്ന് ചോദിച്ചേ. പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോ അതിന് കിട്ടുന്നതൊക്കെ ചെല്ലി പഠിക്കും. അല്ലാതെ പിന്നെ വേറെ എന്നാ പഠിക്കും? ഇനിയൊന്നും പഠിക്കാനില്ല. വേറെ പഠിക്കൊന്നും ഈ പ്രായത്തിൽ ഇനിയൊന്നും പറ്റിയല്ല. അതൊക്കെ ഒരു പ്രായമുണ്ടോ? 10ാം ക്ലാസ് ജയിച്ച് 10ാം ക്ലാസ്സൊക്കെ ജയിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കണം പിന്നത്തെ പട്ടൊക്കെ. എന്നോട് വർത്താനം പറയാമെന്നാണോ? അതല്ലേ? ഇന്ന് ഞാൻ കൂട്ടിരുന്ന വെച്ചാൽ മതി വർത്താനം പറയാൻ. ഒരാളെ കിട്ടാൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. പരിചയമുള്ള മനുഷ്യരുമായിട്ട് പഠിക്കുകയും വല്ലതൊക്കെ പറയുകയൊക്കെ ചെയ്യാം. എല്ലാം സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കണം അല്ലേ? മിണ്ടാനും പറയാനും ആരും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാവും അല്ലേ? കിടന്നെങ്കിൽ ഉറങ്ങാൻ സമയമാണ്. ആണോ? വലിയ മഴയൊന്നും ഇല്ലാത്തത്. എന്നാ വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കും. കൂട്ട് വേണോ അമ്മയ്ക്ക്? എപ്പോഴും കിടക്കാൻ കൂട്ട് വേണോ? ആണോ? അമ്മയുടെ മകൻ ജോമോനെ കൂട്ടിക്കൊണ്ട് പോക്കോ കിടക്കാൻ? അമ്മ ഒറ്റയ്ക്ക് കിടപ്പില്ല. എനിക്കറിയാം ഒറ്റയ്ക്ക് കിടപ്പില്ലെന്ന്. ജോമോനെ കൂട്ടിക്കൊണ്ട് പോക്കോ കിടക്കാൻ? അതൊന്നും വേണ്ട കേട്ടോ. നിങ്ങളാരും വേണ്ട. ആണുങ്ങളൊന്നും വേണ്ട. അമ്മയ്ക്ക് ആണുങ്ങളൊന്നും കൂട്ടു വേണ്ട. കണ്ടില്ലെങ്കിൽ ചോദിക്കും ഇവിടുത്തെ ആണുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ആണുങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നവരാണ് കേട്ടോ. എല്ലാ ആണുങ്ങളും കേട്ടോ. ഉണ്ട്. 2 ആണുങ്ങളുണ്ട് ഇവിടെ. ജോമോനും അവന്റെ മകൻ ഉണ്ട്, വിവാനും. ഇപ്പം 2 പേരേ ഉള്ളൂ ഇവിടെ.
2 പെണ്ണുങ്ങളും ഉണ്ട്, ഞാനും എലിക്കുട്ടിയമ്മയും. അവരൊക്കെ ഓരോ വഴിക്ക് പോയില്ലേ. എല്ലാരും കൂടെ ഇന്ന് വീട്ടിൽ കിടക്കാൻ പറ്റുമോ? കല്യാണം കഴിഞ്ഞ ഓരോന്നിനും അന്നേരം തന്നെ വീട്ടിൽ പറഞ്ഞു വിടണം എന്നാ ഞാൻ പറയുന്നത്. അവര് സ്വന്തം കാലം നിൽക്കണം. 1 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴേ പറഞ്ഞു വിടും. 1 വർഷം കുടുംബത്തിൽ നിൽക്കട്ടെ, പിന്നെ നേരെ പറഞ്ഞു വിട്ടേക്കുക. ഞാൻ പറഞ്ഞു 1 വർഷം നിർത്തരുത്, 6 മാസത്തിൽ കൂടെ നിർത്തരുത്. വേണമെങ്കിൽ 1 വർഷം നിന്നോട്ടെ, സ്വന്തം കാര്യം നിൽക്കാനെല്ലാം കൂട്ടുകുടുംബം പോലെ നിന്നേച്ച് പിന്നെ അലമ്പാവും. അമ്മ പറയല്ലേ കൂടുതലായ അലമ്പാവും. ഞാൻ അതിനോട് യോജിക്കുന്നയാളാ. പിന്നെ സ്നേഹം ഇല്ലാതെ വരും. സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം. കടന്നു കഴിയുമ്പോ സ്നേഹം ഇല്ലാതെ വരും. ശരിയല്ലേ ഞാൻ പറയുന്നത്? കണ്ടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതോ നല്ല കാര്യങ്ങൾ മാത്രം മനുഷ്യന് ഉപകാരപ്രദമായത്, ആർക്കും വിരോധമില്ലാത്തതും ഈശോയ്ക്ക് വിഷമം തോന്നാത്തതൊക്കെ വേണം. ഈശോയ്ക്ക് വിഷമം തോന്നാത്തത് വേണം നമ്മൾ പറയാൻ, അല്ലേ? ഞാനിപ്പോ പറഞ്ഞതിൻ്റെ അകത്ത് ഈശോയ്ക്ക് വിഷമം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? പറയാൻ പഠിക്കുകയൊക്കെ ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ് പാഠം പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ഈശോയ്ക്ക് ഉള്ള കാര്യങ്ങളെ പറയാവുള്ളതേ പറഞ്ഞുള്ളൂ. അതിനെക്കുറിച്ച് സമയത്ത് അമ്മ ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, ഞങ്ങളുടെ അമ്മ ഏലിക്കുട്ടി അമ്മ ഇവിടെ ഉണ്ട്. അമ്മ എവിടെ പോയി? അമ്മ ഇവിടെ ഇരുന്ന് വർത്താനം പറയുക. അമ്മ ഇവിടെ കണ്ടില്ല. ഞങ്ങള് കണ്ടോണ്ടിരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നു, അമ്മ ഇവിടെ ഇരിക്കുന്നു, അമ്മയുടെ മകൻ ഇവിടെ ഇരിക്കുന്നു. വിബീനയുടെ കാര്യം പറഞ്ഞേ, അവിടെ കട്ടിലെത്തി. 10-12 മണിയായി. ഇല്ല 7:30 ആയതേ ഉള്ളൂ. 7:30. വിബീനയുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു ചോദിക്കുക. ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അവിടെ കൊണ്ട് കൊച്ചിനെ നിർത്തി പഠിപ്പിക്കുന്നത്? അത് ശരിയാവുമോ എന്ന് എന്നോട് ചോദിക്കുന്നത്. അവിടെയൊക്കെ പോയി പഠിക്കണമേ. അവൾക്ക് കോളേജിൽ അവിടെയാ കിട്ടിയത്, പഠിക്കാൻ അവസരം കിട്ടിയത് അവിടെയാ. അപ്പൊ അവിടെ പോയി നിന്ന് പഠിക്കണം. അത്രയും അത് ഒത്തിരി ദൂരമൊന്നും ഇല്ല. അതിലും ദൂരെ പോകുന്ന എത്രയോ പിള്ളേരുണ്ട്. വിവീനായേ, അവള് പത്തനംതിട്ടയില്. കേരളത്തിലല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ പിള്ളേരൊക്കെ പുറത്തിറങ്ങി പഠിച്ചാലേ ഉള്ളൂ. വേദപാടല്ല, നേഴ്സിംഗാ. വേദപാടൊക്കെ കഴിഞ്ഞ് 12ാം ക്ലാസ് വരെ പഠിച്ചു വേദപാടം. കേരളത്തിൽ നിന്ന് പഠിച്ചാല അമ്മ ഞാൻ പറഞ്ഞ പുറത്തൊക്കെ ഇറങ്ങി പഠിക്കട്ടെ എന്നല്ലേ ഉള്ളൂ, ജീവിക്കാൻ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കൊന്തയല്ല കേട്ടോ, അത് മുത്തുമാലയാ. കൊന്ത 2 കഴുത്തേ കിടപ്പുണ്ട്, അത് ഊരിയെടുക്ക്. ഇത് മുത്തുമാലയാ, മുത്തുമാല. കൊന്ത അതാ, കൊന്ത ഊരി കയ്യിലെടുക്ക്. കുരിശുണ്ടോ നോക്കിക്കേ. കണ്ടോ? ഇതിന് കുരിശില്ലല്ലോ. ഇത് കണ്ടോ ഈശോ? ഇത് കുരിശുരൂപം. ഇതാണ് കൊന്ത. ഇത് ഊരിക്കോ. ഇത് ഊരി അത് കഴുത്തയിലിട്. ഇത് മാലയാ, മുത്തുമാല. ഇത് മുത്തുമാലയാ. അമ്മ മണി എണ്ണുമ്പോൾ അമ്മയ്ക്ക് അറിയാന്നേ. നീ അത് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാം. മണി എണ്ണുമ്പോൾ അമ്മയ്ക്ക് അറിയാം കൃത്യം കൊന്തയില്ലുമ്പം. മണി കണ്ടില്ലെന്ന് അമ്മ പറയും. മറ്റേ നീലക്കൊന്ത കാണുന്നില്ലല്ലോ. അത് എവിടെയോ കൊണ്ട കളഞ്ഞ്, എവിടെയോ വെച്ചു. എവിടെയാന്ന് അറിയത്തില്ല, മറന്നുപോയി. എവിടെയോ കൂടിനകത്ത് കാണുമായിരിക്കും. അമ്മ ഇവിടെ ഉണ്ട്. ഈ ഇരിക്കുന്നതാ ഞങ്ങളുടെ അമ്മ. എലിക്കുട്ടിയമ്മേനെയാണോ അന്വേഷിക്കുന്നത്? പിന്നെ ഏതമ്മേനെ അന്വേഷിക്കുന്നത്? ജോമോളമ്മേനെയാണോ അന്വേഷിക്കുന്നത്? ഇവിടുത്തെ അമ്മേന്ന് പറയുന്ന അമ്മ ഏതാ? പേര് പറ. അത് ഏതാ പേരെന്നതാ അമ്മയുടെ പേര്? അമ്മേന്ന് വിളിക്കും. പേര് വിളിക്കുന്ന ഞാനല്ലേ അല്ലേ? അമ്മേനെ പേര് വിളിക്കുന്ന ഞാനല്ലേ? കുഞ്ഞമ്മച്ചിയാണോ അമ്മേ? കുഞ്ഞമ്മച്ചി എന്നാണോ വിളിക്കണേ? കുരിശ് വരച്ചേക്കാം അല്ലേ? അതെ, നല്ലത്. എന്നാ വിവാനെ വിളി. വിവാനേ, കുഞ്ഞമ്മച്ചീനാണ് അന്വേഷിക്കുന്നത്. കുളിച്ചിട്ട് 2 ദിവസമായില്ലേടാ? പനി ആയതുകൊണ്ട് ഇവാനേ കുളിക്കാൻ മടിയാ. പോയി കുളിക്കുന്നെങ്കിലും. അവനുണ്ട്, ആ മുറിയിലുണ്ട്. എല്ലാത്തിനും പനി പിടിച്ച. അമ്മയ്ക്ക് ആദ്യം പനി കിട്ടിയത്, അത് കഴിഞ്ഞ് ജോമോന് കിട്ടി, അത് കഴിഞ്ഞ് വിവാന് കിട്ടി. എനിക്ക് എന്നാ വന്നേന്ന് അറിയത്തില്ല.
അത് ഇവിടുന്ന് ഈ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇവിടുന്ന് ആ ഓരോന്നോരോന്ന് ഇങ്ങനെ പകർന്നു പോകുന്നതാ. എല്ലാവർക്കും ഉണ്ട്, ഈ ചുറ്റുവട്ടത്തൊക്കെ എല്ലാവർക്കും ഉണ്ട് പനി. കാലാവസ്ഥയെ അതിന് സാരപ്പെടാതെ പൊക്കോളും. കലത്തിലാകെ എനിക്ക് പനി വന്നാ പേടിയാ. പനി വന്നാൽ ഞാൻ കടന്നു പോകും, ഏറ്റ് പണിയെടുക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് പേടിയാ പനി വരുന്നതെന്ന് പ്രാർത്ഥിച്ചാ നടക്കണത്. ഇത് മാത്രം പണി തന്നെ ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പം പണി കുറവല്ലേ. കഞ്ഞി കറിയൊക്കെ വെച്ച് തരണ്ടേ? പനി വന്നു കഴിഞ്ഞാൽ ഏക്കടായിരിക്കും പാടാ എലിക്കുട്ടിയമ്മേ. കഞ്ഞി കഞ്ഞി കറി വെച്ചപ്പോ അത് ഇച്ചിരി കഞ്ഞി കറി നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ എങ്ങനെ വെക്കും? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വിഷമാവും കേട്ടോ. പിന്നെ അത് തന്നെയാണ്, എന്തെല്ലാം പണിയുണ്ട് വേറെ. തോന്നലല്ലേ? ഇതൊന്നും ഒരു പണിയല്ല, ഇതൊന്നും ഒരു പണിയല്ല. 10-50 അത് പണ്ടത്തെ ആൾക്കാർ ചെയ്തമ്മേ. ഇന്നത്തെ ആൾക്കാർക്ക് ഇതൊന്നും പറ്റില്ല. 10-20 പേർക്ക് രാവിലെ വെച്ച് വിളമ്പി അല്ലേ? പണിക്കാർക്കും കൃത്യം പണിക്കാർക്ക് കൃത്യ സമയത്ത് വെച്ച് വിളമ്പി കൊടുത്തല്ലേ? എവിടെ എന്നെ ചെല്ലിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്നെ ചെല്ലിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എലിക്കുട്ടിയമ്മേ മകനും കൂടെ സമ്മതിച്ചില്ലേ? അങ്ങനെയല്ല, ഞാനിവിടെ ഒന്നും പറഞ്ഞില്ല. അമ്മ എന്നോട് പ്രാർത്ഥനയില്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥന ചെല്ലാനല്ലേ അവിടെ വിളിച്ച് വീട്ടിലുള്ളവരോട് വരാൻ നമുക്ക് പ്രാർത്ഥനയിലാന്ന് പറയാൻ. അല്ലാതെ ഒരാളെ കൊണ്ട് അല്ലേ അവരുമായിട്ട് വർത്താനം പറയുന്നെന്ന് പറഞ്ഞ് ഇരിക്കാനാ. അമ്മ എല്ലാരും പോയി വിളിച്ചോണ്ടോ? അങ്ങനെ വല്ലതും കാര്യം നടക്കും. ഞാൻ കിടക്കാൻ പോകും. അമ്മയുടെ മകനെ ആദ്യം പ്രാർത്ഥനയെല്ലാം വിളിക്കുക. അവന് പ്രാർത്ഥനയെല്ലാം ആദ്യം വിളിക്കുക. വന്നിട്ട് പോയെന്നാ അമ്മയോട് വന്നിട്ട് പോയെന്നാ പറഞ്ഞു. പ്രാർത്ഥനയെല്ലാം പറ്റിയല്ലേ? പ്രാർത്ഥനയെല്ലാം അമ്മയുടെ മകനെ ആദ്യം വിളിക്കാൻ. അല്ലാതെ പിന്നെ ഇപ്പൊ വിളിക്ക് ആദ്യം വിളിച്ചു വരുത്തതിനെ. എനിക്കറിയത്തില്ല എന്നതൊക്കെ ഈ പറയണേന്നൊന്നും എനിക്കറിയത്തില്ല. അവസാനം ഉത്തരം മുട്ടി കഴിയുമ്പോ ഒരു ഡയലോഗ് ഉണ്ട്. എന്നാ നിയമങ്ങളൊക്കെയാണ് ഇതൊക്കെ. ആവശ്യം അത്യാവശ്യങ്ങളൊക്കെ ഓരോ ദിവസം ചെയ്യണേ എന്നാന്നുള്ള അവിടെ തന്നെ ചിന്തിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും റെഡിയാ. ബാക്കിയുള്ളവരും കൂടെ വരണ്ടേ? അതൊക്കെ ചെയ്യണം. അല്ലാതെ വേറെ കുറ്റം പറഞ്ഞിട്ടോ അവരുടെ കുഴപ്പം കണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെയും കുറ്റം പറയാനും പോകണ്ട. നമ്മൾ ചെയ്യാന്നൊക്കെ നമ്മൾ ചെയ്യും. നമ്മളുള്ളവരങ്ങ് ചെല്ലുക അല്ലേ? ആളെ വിളിച്ചു വരുത്തിയാണ് ചെല്ലിക്കുന്നത് അല്ലേ? നമ്മളിന്ന് വായിക്കോട്ടെ വിടുന്നുണ്ട്, സമയമായില്ലെന്നും പറയുന്നുണ്ട് കേട്ടമ്മേ. വായിക്കോട്ടയും വിടുന്നുണ്ട്, അമ്മ കിടക്കാന്ന് പറയുന്നുണ്ട്. എനിക്ക് വായിക്കോട്ടെ വരുന്നത് ചുമ്മാ എല്ലാരും ഇത് ഉറപ്പിക്കുക. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പ്രാർത്ഥന കിടക്കുകയും ചെയ്യും. കഞ്ഞി കുടിക്കും അല്ലേ? ഇപ്പൊ കഞ്ഞി കുടിക്കണം തോന്നുന്നുണ്ടോ? കഞ്ഞിയുടെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പ്രാർത്ഥനയുടെ കാര്യത്തിലാണ് പ്രശ്നം. പിന്നെ കുരിശുവരെയും പ്രാർത്ഥന വേണമെന്നേ. കുരിശുവരെയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ. എല്ലാരും കേട്ടോ? അതാ അതിന്റെ ആവശ്യം. അത് ചെയ്യാതെ കിടന്ന ശകലം ഉറങ്ങാൻ പറ്റിയല്ല, കിടക്കാൻ പോലും പറ്റിയല്ല. നമുക്ക് തുടങ്ങിയേക്കാം, ഇന്ന് നേരത്തെ തുടങ്ങിയേക്കാം. എനിക്ക് എന്റെ പണികളൊന്നും തീർന്നിട്ടില്ല. എന്റെ കാര്യങ്ങളെല്ലാം മുടങ്ങി. എന്റെ കാര്യം മുടങ്ങിപ്പോയി. ഇനിയിപ്പോ പിന്നെ ചെല്ലാം. ഇവിടെയൊക്കെ ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ കുരിശ് വരച്ചേക്കാം. സ്വന്തമായിട്ട് തന്നെ കൊന്ത ചില കാര്യം ക്ഷീണമായോണ്ടാന്ന് തോന്നുന്നു, മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം ചെല്ലിയായിരുന്നു. അറിയത്തില്ല. ഈ പനി വന്നതിന്റെ ക്ഷീണം ഭയങ്കരമാണ്. കടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. ഏറ്റു വരുമ്പോഴത്തേനും ഒരു ഉഷാറാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എലിക്കുട്ടിയമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ചില ദിവസങ്ങളിൽ പെർഫോമൻസ് ചെയ്യും, ചില ദിവസങ്ങൾ തീരെ ഇതായിട്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലേക്കകത്ത് കണ്ടായിരുന്നല്ലോ, ഞങ്ങളെ ഓരോ ദിവസത്തെയും വീഡിയോ കാണിച്ചതിനകത്ത് കണ്ടായിരുന്നു. ചിലരത് കഞ്ഞുകൂടി മാത്രമേ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോ അപ്ഡേഷൻസുകളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസത്തെ വ്യത്യാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ദിവസങ്ങളും ആണ് കാണിക്കുന്നത്. നാളെ ഇവിടെ എല്ലാം ക്ലീനിങ്ങിന്റെ ദിവസമാണ്. ഇതെല്ലാം തുടയ്ക്കണം. എല്ലാം വൃത്തികേടായി. നാളെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. തറയെല്ലാം തുടയ്ക്കണം. തുടയ്ക്കുക, അടിച്ചു വാരി തുടച്ചു. അതേ നീ കിടക്കാൻ പറ്റുള്ളൂ. എല്ലാം വൃത്തികേടായി കിടക്കുക. അതേ നീ
നമുക്ക് കുരിശരയ്ക്കാം, തുടങ്ങാം. തുടങ്ങിക്കോ. ദാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തമ്പുരാനെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒന്നിനും ഒത്തിരി നേരമായല്ലോ. ഇപ്പോഴാണോ കണ്ടത്? കഞ്ഞിയൊക്കെ കുടിച്ചോ? കഞ്ഞിയൊന്നും കുടിച്ചില്ല. കഞ്ഞിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ കുടിക്കാം. പ്രാർത്ഥന കഴിഞ്ഞോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഈ എലിക്കുട്ടമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കഞ്ഞി കുടിച്ചോ എന്നുള്ള ചോദ്യം. പ്രത്യേകിച്ച് വിവീനയുടെ ഒക്കെ പ്രാർത്ഥനയുടെ സമയത്ത് ചോദിക്കും കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കും. അത് എലിക്കുട്ടമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടോ ഉള്ളതിൻ്റെ ഒരു തെളിവാണ്. അമ്മ നേരിട്ട് ഇങ്ങോട്ട് പറയത്തില്ല വിശക്കുന്നുണ്ടെന്ന് പറയും. അത് ആത്മാഭിമാനാണോന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണ്ടേ? എലിക്കുട്ടിയമ്മയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എലിക്കുട്ടിയമ്മയ്ക്ക് വിശക്കുന്നെന്ന് പറയണ്ടേ? എന്തെങ്കിലും വേണമെങ്കിൽ പറയണ്ടേ? നമ്മള് സമയത്ത് തരുന്നുണ്ട്, അല്ലാതെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണ്ടേ? എന്നാലല്ലേ ഉള്ളു തരാവുള്ളൂ. എന്തമ്മേ എലിക്കുട്ടിയമ്മ അങ്ങനെ ചോദിച്ചു മേടിക്കണം. കൂടുതലാണെന്നാ എനിക്ക് തോന്നുന്നത്. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണം. അമ്മ അങ്ങനെ എല്ലാം നോക്കി കണ്ടറിഞ്ഞ് ചെയ്തോണ്ടിരുന്ന അല്ലെന്നേ. അല്ലതേ, എലിക്കുട്ടിയമ്മ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണ്ടിരുന്ന. അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മ അങ്ങനെ വേണമെന്ന് പറയുന്നൊരു കാര്യം. എലിക്കുട്ടമ്മയുടെ അമ്മായിപ്പനെയൊക്കെ എലിക്കുട്ടമ്മ വേണ്ട രീതി കണ്ടറിഞ്ഞ്, മക്കളെയൊക്കെ വേണ്ട രീതി കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തോണ്ടിരുന്ന അല്ലേ? ആരും ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് എലിക്കുട്ടമ്മ എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് എലിക്കുട്ടമ്മ അങ്ങനെ വേണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എല്ലാവരും അത് മനസ്സിലാക്കണം. ഇതിപ്പോൾ വിശപ്പ് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എലിക്കുട്ടിയമ്മയുടെ കഞ്ഞിറ്റയും ആണ് ഇനി. അതാണ് നേരത്തെ പ്രാർത്ഥന എല്ലാം വേണ്ടി വെള്ളം ഉണ്ടാക്കിയത്. കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം. വിശപ്പ് കൂടുതലുള്ള സമയത്താണ് അമ്മ പ്രാർത്ഥന നേരത്തെ ഇല്ലാന്ന് പറയുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമ്മളിപ്പോ എലിക്കുട്ടിയമ്മയുടെ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. കിടന്നു കഴിഞ്ഞാൽ പിന്നെ വിശപ്പൊന്നുമില്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ വിശപ്പൊന്നുമില്ല. കഞ്ഞി കുടിക്കാതെ കിടന്ന അത് നേരല്ലേ. കഞ്ഞി കുടിക്കാതെ കിടന്നാൽ പിന്നെ ഉറക്കം വന്നില്ലേ പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഉറക്കം വരണമെങ്കിൽ കഞ്ഞി കുടിക്കണം. അവിടെ എലിക്കുട്ടിയമ്മക്കുള്ള കഞ്ഞി റെഡിയാകുന്നുണ്ട്. വൈകിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കുന്നതാണ് നല്ലത് അല്ലേ? വൈകിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കുന്നതല്ലേ നല്ലത്? കുടിക്കുന്നതല്ലേ നല്ലത് വൈകിട്ടേ? അല്ല, കുടിക്കാറ സമയമില്ല. അമ്മയല്ലേ കുടിച്ച് നേരത്തെ കിടക്കുന്നേ. ഞങ്ങൾ കുടിക്കണ സമയം ഇച്ചിരി സമയം കിടക്കും. ഇപ്പോൾ 8 മണിയില്ലേ, 8:15 ആയുള്ളൂ. നേരത്തെ അമ്മ പ്രാർത്ഥന ചെല്ലിച്ചു. ആയതേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:15. 8:15 ആയതേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയുടെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വർത്തമാനങ്ങളിൽ കൂടെ തന്നെയല്ല. വർത്തമാനങ്ങളിൽ കൂടെ എല്ലാം ക്ലിയർ അല്ല പറയുന്നത് എല്ലാം. പിന്നെ അമ്മയുടെ ഓരോരോ പെരുമാറ്റങ്ങളിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല, ശരിയായിരിക്കണം നിർബന്ധമില്ല. കാരണം ഇപ്പോൾ ചെരിപ്പിടുന്ന കാര്യം സ്ഥിരമായിട്ട് മറന്നു പോവുകയാണ്. ഈ പനി വരുന്നതിന് മുമ്പ് പോലെ ചെരിപ്പിടുന്ന കാര്യം മറന്നുപോയി തുടങ്ങിയാണ്. ഇപ്പം തന്നെ ചെരിപ്പിടാനേ. ചെരുപ്പെന്തിയെ ചെരുപ്പ്? ചെരുപ്പെന്തിയെ ചെരുപ്പ്? ഇല്ലേ? ചെരുപ്പ് വീട്ടിലാണ് നടക്കണേ? വീട്ടിൽ കിടക്കണോ? കഞ്ഞി റെഡി. കഞ്ഞി റെഡി. കൈ കഴുകിയിട്ട് വന്ന് കഞ്ഞി കുടിച്ചോ. കഞ്ഞി റെഡി. അമ്മയോടെ പോയാല് നമ്മുടെ അമ്മയോ? ഇവിടെ ഉണ്ടോ? ഇല്ല, പോയി. പ്രാർത്ഥനയ്ക്ക് പോയി. ഞാൻ കണ്ടിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് പോയി. കഞ്ഞി കുടിക്ക്. ചൂടാറി പോകും കേട്ടോ കഞ്ഞിയുടെ. ഞാൻ ചൂടാക്കിയില്ലെന്നൊന്നും പറഞ്ഞേക്കെ. ഇങ്ങനെയൊരു നോട്ടം ഇന്നും അമ്മയ്ക്കുള്ളതാണ്. വന്ന് പത്രമൊക്കെ നോക്കി കറിയൊക്കെ അതിനകത്ത് നോക്കിയിട്ട് പോയിട്ട് അമ്മ കൈ കഴുകാൻ പോവുകയുള്ളൂ. നിങ്ങൾ സ്ഥിരം കാണുന്നവർക്ക് കൃത്യമായിട്ടറിയാം.
കഞ്ഞി എടുക്കാൻ ഇച്ചിരി കഞ്ഞി മതി. അമ്മ ഞാൻ എടുത്ത് വെച്ചിരിക്കും കഞ്ഞി. കഞ്ഞി എടുത്ത് വെച്ചിരിക്കുന്നോണ്ട് അവിടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഞ്ഞി? ഞാൻ അറിഞ്ഞില്ല. അയ്യോ ഇപ്പൊ കണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ഇവിടെ കണ്ടത്. ആ എന്നാ കുടിച്ചോ. ഇവിടെ ഇരുന്നോ. ഇതൊക്കെ ഇങ്ങ പറിച്ചു വെച്ചു അല്ലേ? കഞ്ഞിക്കകത്തൊക്കെ കൊണ്ടുവന്നു. ഇച്ചിരി അടുപ്പിച്ച് വെച്ചോ, അല്ലെ പിന്നെ അവിടെ എല്ലാം പോകും. ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന്? കഞ്ഞി തൊട്ടില്ല, കറിയല്ലേ തൊട്ടിരിക്കുന്നത്. അതുകൊണ്ടാ എന്നാത്തിനാ? കഞ്ഞിക്ക് കറിക്കൊക്കെ ഒരു വിധം. ആ ഒരു വിധമുണ്ട്. ഉപ്പാണോ പുളിയാണോ? എന്താ പോരാഴിക? പുളി കൊണ്ട് എരിവ് കൊണ്ടു ഉപ്പ് കൊണ്ട് വെക്കുന്നു. എന്നാണ് ഒരു വിധം പറഞ്ഞേ. കഞ്ഞി കുടിച്ചോ? ഇല്ല. വായിക്ക് രുചിയായി വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. അത് അമ്മയുടെ റിസ്ക് അല്ലേ? പനിയായിപ്പോൾ അമ്മയ്ക്ക്. ആ ചായക്ക് കൂട്ടാൻ വേണ്ടി മേടിച്ച റിസ്ക് അല്ലേ അമ്മയ്ക്ക്? പനിയായിരുന്നു. ആ റിസ്ക്. അമ്മയ്ക്ക് പനിയുള്ള സമയത്തൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം റിസ്ക്കാണ്. ചീരത്തോരനാണോ നാളെ മേടിച്ച്? ചീരയാണ് തോരൻ വെച്ചേക്കണേ. മിക്കവാറും അതമ്മ കൂട്ടിയതാ അമ്മ. പക്ഷെ അമ്മ ഉണ്ടല്ലോ, നേരത്തെ അമ്മ അടുക്കള ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആഴ്ച 2 ദിവസമെങ്കിലും ചീര തോരൻ വെക്കുമായിരുന്നു. ഞാനിവിടെ വരുമ്പോ ഉണ്ടല്ലോ, ഇവിടെ ഒരു സാമ്പാർ ചീര എന്ന് പറഞ്ഞ ഒരു ചീരയുണ്ട്. ഞാനിവിടെ കറി വെക്കുന്നുണ്ട്. എനിക്കത് ഇഷ്ടം കേട്ടോ. അത് മുട്ടയും കൂടെ ഇട്ട് ചിക്കി പൊരിച്ചെടുത്താൽ നല്ലതാണ്. അപ്പോഴാണെങ്കിൽ അമ്മ അത് തന്നെ മുട്ടയൊന്നും ഇടാതെ ചുമ്മാ അവിടെ തോരൻ വെക്കൂടെ. കറിയൊന്നും ഇല്ലെന്ന് എന്നോട് പറയും. ഇവരൊന്നും കറി പച്ചക്കറി മേടിച്ചോണ്ട് തന്നിട്ടില്ല. പച്ചക്കറി അത് വല്ലപ്പോഴൊക്കെ ഇല്ലേ ഉള്ളൂ. പച്ചക്കറി എല്ലാ ദിവസവും തന്നെ മേടിക്കുന്നത് ആഴ്ചയിലൊന്നും അല്ല. അമ്മ എന്നാലും ആഴ്ച 2 ദിവസം ഒന്ന് നമ്മുടെ കുപ്പച്ചീര അല്ല മറ്റേ വേലിച്ചീര, അതമ്മ തേങ്ങ കരച്ച് ഉണ്ടാക്കുന്നതല്ല ഭയങ്കര രുചിയായിരുന്നു. വേലിച്ചീര കറി വെക്കും, അല്ലെങ്കിൽ ഇവിടെ മുരിങ്ങയില കുറച്ച് തോരൻ വെക്കും. അത് ആഴ്ചയിൽ സ്ഥിരമായിട്ടുള്ള, അതെല്ലാ ആഴ്ചയിലും 2 ദിവസം എന്നാണെങ്കിലും തോരൻ വെക്കും, എന്നാ കറി ഉണ്ടെന്ന് പറഞ്ഞാലും. പക്ഷെ ഇപ്പം അമ്മ ഈ ഇലക്കറികളൊന്നും കൂട്ടിയില്ല, വളരെ പാടുപെട്ടാണ് കൂട്ടുന്നത്. അന്നേരം നേരത്തെ അമ്മയ്ക്ക് മീനൊന്നും വലിയ പത്തിയില്ലായിരുന്നു കേട്ടോ. മീനോ ഇറച്ചിയൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. വെജിറ്റബിളാണ് അമ്മ കൂടുതൽ കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പയ്ക്ക് വയ്യായൊക്കെ ആയപ്പിനെയാണ് അമ്മയ്ക്ക് മീനോടും ഇറച്ചിയോടൊക്കെ, പ്രത്യേകിച്ച് മീനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായി. ഇറച്ചിയോട് അത്ര താല്പര്യം ഇപ്പോഴും ഇല്ല. മീൻ ഇച്ചിരി കിട്ടണമെന്നുള്ളതാണ്. അല്ല അന്ന് കൂടുതൽ തെരണ്ടിയും അതും ഇതൊക്കെയാണല്ലോ. അതെ, തെരണ്ടി ഇടിച്ചതും ഒക്കെയാണ് കൂടുതലും. ഉണക്കത്തെരണ്ടി പച്ച കൂടുതൽ. ഫാൻ കറക്കുന്ന സൗണ്ടല്ലേ? മഴ രാവിലെ ചാറിപ്പോയതേ ഉള്ളൂ. അത് ഫാൻ കറക്കുന്ന സൗണ്ടല്ലേ, വേറെ സൗണ്ടൊന്നും ഇല്ലല്ലോ. മഴ പെയ്യുന്നൊന്നും ഇല്ലമ്മേ, ഫാൻ കറക്കണ സൗണ്ടാ. മഴ പെയ്യുമായിരിക്കും, ഇനി അറിയത്തില്ല. മഴക്കാറുണ്ടോയെന്ന് അറിയത്തില്ല, പുറത്തിറങ്ങി നോക്കിയേ അറിയത്തുള്ളൂ. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.